ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ വന്ദനം. പുതിയൊരു ചിന്തയുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കാൻ എന്നെ ബലപ്പെടുത്തിയ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇയ്യോബ് അഥവാ ജോബിനെ പറ്റിയാണ്. ജോബ് എന്ന് പറയുന്നത് വെറും ഒരു പേരല്ല. അവൻ വിശ്വാസത്തിലും ക്ഷമയിലും അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ കാലം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. എല്ലാവിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടവൻ. വലിയൊരു കുടുംബമുണ്ടായിരുന്നു. ധാരാളം മക്കളും. വളരെ ധനവാനായിരുന്നു. ആയിരക്കണക്കിന് ആടുമാടുകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ദേശത്തുള്ള ജനങ്ങൾ അവനെ അഭിനന്ദിച്ചിരുന്നു. അവൻ്റെ ധനവും അവൻ്റെ സമ്പത്തും കണ്ടല്ല, പിന്നെയോ അവൻ്റെ മറ്റുള്ളവരോടുള്ള ദയയും ദൈവത്തിലുള്ള വിശ്വാസവും കണ്ട് അവനൊരു നല്ല വിശ്വാസിയും ദൈവത്തിൻ്റെ വഴി പിന്തുടരുന്നവനും ആയിരുന്നു. എന്താണ് അവന് സംഭവിച്ചത്? ഒരു ദിവസം എല്ലാം മാറി മറിഞ്ഞു. അത് ചെറുതല്ലായിരുന്നു, നിസ്സാരമല്ലായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായിരുന്നു. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി കഠിനമായിരുന്നു. ഒരു ദിവസം കൊണ്ട് അവന് എല്ലാം നഷ്ടപ്പെട്ടു. ഹൃദയഭേദകമായിരുന്നു. അവൻ്റെ ആടുമാടുകളൊക്കെ അപഹരിക്കപ്പെട്ടു. അവൻ്റെ ജോലിക്കാർ എല്ലാം കൊല്ലപ്പെട്ടു. അതിലൊക്കെ ഉപരി അവൻ്റെ മക്കൾ കൂടിയിരുന്ന സ്ഥലത്ത് ഒരു കൊടുങ്കാറ്റടിച്ചു. മക്കളൊക്കെ മരണപ്പെട്ടു. ഇതിലും വലിയ ഒരു ദുരന്തം ഒരു മനുഷ്യന് വരാനില്ല. ഇങ്ങനെ ഒരു ദുരന്തം ഒരു മനുഷ്യന് എങ്ങനെ വരും? അവൻ്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. ഇവിടെയും ജോബ് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല. അവൻ മണ്ണിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം തന്നു, ദൈവം എടുത്തു. അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ജോബ് ചാപ്റ്റർ 1:20-21. യോബ് 1-ാം 20-21 വാക്യങ്ങൾ. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു. സങ്കൽപ്പിക്കാനാവാത്ത വേദനയുടെ സമയമായിരുന്നു അത്. എന്നാൽ ജോബ് അവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ജോബിൻ്റെ കഥ അവിടെ തീരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അവൻ്റെ കഷ്ടതകൾ കൂടിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും അവൻ്റെ സമ്പത്ത് നശിച്ചു. മക്കളെ നഷ്ടപ്പെട്ടു. കഷ്ടതകൾ വന്നുകൊണ്ടിരുന്നു. അവൻ്റെ ഉള്ളം കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു അല്പം ആശ്വാസത്തിനായി. ആലോചിച്ചു നോക്കുക. വേദനയിൽ ഇരിക്കുന്നു. പ്രതീക്ഷകൾ ഒന്നുമില്ല. ശരീരം തകർന്നു. ഹൃദയം തകർന്ന അവസ്ഥ. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഒരു ഉത്തരവുമില്ല. അവൻ്റെ കഷ്ടതകൾ കണ്ട് അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു, ഇനിയും നിന്റെ ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ തള്ളിക്കളഞ്ഞ് മരിച്ചു കളയുന്നു. ജോബ് ചാപ്റ്റർ 2:9. യോബ് 2-ാം 9 വാക്യം. അവൻ്റെ ഭാര്യ അവനോട്, നീ
ഇനിയും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. നമുക്ക് മനസ്സിലാകാത്തത്, എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇത്രയും വേദനയുണ്ടായിട്ടും ദൈവത്തെ തള്ളിപ്പറയാൻ അവൻ കൂട്ടാക്കിയില്ല. അവൻ ഭാര്യയോട് പറഞ്ഞു, നമ്മൾ നല്ലത് മാത്രം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും കഷ്ടങ്ങൾ സ്വീകരിക്കാതിരിക്കാമോ? അവൻ്റെ വാക്കുകൾ ശക്തിയേറിയതും വിശ്വാസത്തിൽ ആഴത്തിലുമായിരുന്നു. അവൻ്റെ ജീവിതം ആയിരുന്നെങ്കിൽ പോലും അവന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു? അവനെല്ലാം നഷ്ടപ്പെട്ടിട്ടും. അവൻ്റെ 3 സുഹൃത്തുക്കൾ കാണാൻ വന്നു. അവർ 7 ദിവസം രാവും പകലും അവനോടൊപ്പം ചിലവഴിച്ചു. ഒന്നും മിണ്ടാതെ, ഒന്നും സംസാരിക്കാതെ. കാരണം അവൻ്റെ കഷ്ടപ്പാടുകൾ വലുതായിരുന്നു. എന്തു പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു. പിന്നെ അവർ സംസാരിച്ചു തുടങ്ങി. അവർ അവനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവനെ ചോദ്യം ചെയ്തു, അവനെ കുറ്റപ്പെടുത്തി. അവർ വിശ്വസിച്ചു ജോബ് എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന്, അതുകൊണ്ടാണ് ഇത്രയും വലിയ ശിക്ഷ അർഹിക്കുന്നതെന്ന്. അല്ലാതെ ദൈവം ഒരിക്കലും ഒരു നീതിമാനെ, ഒരു നല്ലവനെ ഇങ്ങനെയുള്ള കഷ്ടതകൾ കൊടുക്കയില്ലെന്ന്. ഇങ്ങനെയുള്ള ഒരു ആരോപണത്തെ ജോബ് എങ്ങനെ പ്രതികരിക്കും? അവൻ ഒന്നും പറഞ്ഞില്ല, നിശബ്ദത പാലിച്ചു. അവൻ ചോദിച്ചു, ഈ വേദനയും ഈ കഷ്ടതകളും എങ്ങനെ സംഭവിച്ചുവെന്ന്. അവനെല്ലാം തികഞ്ഞവനാണെന്ന് പറഞ്ഞില്ല. അവൻ വിശ്വസിച്ചു ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടാനായി അവനൊന്നും ചെയ്തിട്ടില്ലെന്ന്. അവൻ ദൈവത്തോട് നിലവിളിച്ചു, ചോദിച്ചു, എന്തുകൊണ്ട് നിരപരാധികൾ കഷ്ടതകൾ അനുഭവിക്കുന്നു? എന്തുകൊണ്ട് ദുഷ്ടന്മാർക്ക് നല്ല ജീവിതം കിട്ടുന്നു? ജോബിൻ്റെ വാക്കുകൾ വളരെ വേദനയോടും ആശയക്കുഴപ്പത്തോടുമായിരുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നല്ല ആളുകൾ കഷ്ടതകൾ വരുന്നത് എന്താണെന്ന്? ജോബിൻ്റെ കഥ അങ്ങനെയാണ്. അവന് മനസ്സിലായില്ല ദൈവം ഇത്രയും വേദന അവന് തന്നത് എന്താണെന്ന്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ അവൻ ഭയന്നില്ല. അവൻ്റെ സുഹൃത്തുക്കൾ തള്ളിക്കൊണ്ടിരുന്നു. ദൈവം നിന്നെ ശിക്ഷിക്കുന്നത് എന്തെങ്കിലും മറഞ്ഞിരിക്കുന്ന പാപം ഉണ്ടായിട്ടാണെന്ന്. ജോബ് അവരുടെ ആരോപണങ്ങൾ വിശ്വസിച്ചില്ല. ജോബ് അവൻ്റെ വികാരങ്ങൾ മറച്ചു വച്ചില്ല. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കുറവ് വരുത്തിയതുമില്ല. എന്നാലും അവൻ്റെ കഷ്ടതകൾക്ക് ദൈവത്തോട് നിലവിളിച്ച് ചോദിക്കാൻ മടിച്ചില്ല. അവൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ദൈവം നിശബ്ദനായിരുന്നു. ഈ ഒരവസ്ഥയിൽ എങ്ങനെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും? ആരും നിന്നെ കേൾക്കാനില്ല. അവൻ ദൈവത്തെ വിളിച്ചു, ഒരുത്തരവുമില്ല. നിശബ്ദത അവനെ ശ്വാസം മുട്ടിച്ചു. അവൻ്റെ കൂട്ടുകാർ അവനോട് ശണ്ഠിച്ചുകൊണ്ടിരുന്നു. അവനെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ ഉറച്ചു നിന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവനറിയാം അവൻ നീതിമാനായിരുന്നെന്ന്. ഇപ്പോഴുള്ള കഷ്ടതയുടെ കാരണം അറിയില്ലെങ്കിൽ കൂടി. ദൈവത്തിൻ്റെ ഈ നിശബ്ദത പോലും ജോബിന് മറ്റൊരു പരീക്ഷയായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവത്തിൽ നിന്ന് ഒരുത്തരവും കിട്ടാതിരുന്നാലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമോ?
ജോബിൻ്റെ വേദന സൗഖ്യമാകുന്നതിലും അധികമായിരുന്നു. അവൻ്റെ ഉള്ളിലുള്ള വികാരം ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു, അതിൻ്റെ കാരണം അറിയാതെ. ഈ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം അവസാനമായിട്ട് ദൈവം സംസാരിച്ചു. ജോബ് പ്രതീക്ഷിച്ചതുപോലെ അവൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ആയിരുന്നില്ല. ജോബിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നേരിട്ട് കൊടുക്കാതെ ദൈവം ജോബിനെ ഓർമ്മപ്പെടുത്തി. എല്ലാത്തിൻ്റെ സൃഷ്ടാവ് ആരാണെന്ന്, ആരാണ് ഭൂമിയുടെ അടിത്തറ ഉണ്ടാക്കിയതെന്ന് ദൈവം ചോദിച്ചു. ദൈവത്തിൻ്റെ അധികാരവും അറിവും അവന് കാണിച്ചു കൊടുത്തു. ഭൂമിയുടെ അടിത്തറ ഉണ്ടാക്കിയപ്പോൾ നീ എവിടെയായിരുന്നു? ശാസനയോടെ ചോദിച്ചു. മനുഷ്യൻ്റെ അറിവിന് അപ്പുറമായിട്ടാണെന്ന് അവന് മനസ്സിലായി. ജോബ് 38 അധ്യായത്തിൽ വിശദമായി കാണിക്കുന്നുണ്ട്. യോബ് ചാപ്റ്റർ 38 അധ്യായം. അവൻ പ്രതീക്ഷിച്ച മറുപടി ഒന്നും കിട്ടിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾ അവന് സമാധാനവും തിരിച്ചറിവും ഉണ്ടാക്കി. അവനറിയാവുന്നതിൽ വലുതായി എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. ഉത്തരങ്ങൾക്ക് പകരം ദൈവത്തിൻ്റെ ജ്ഞാനം അവൻ തിരഞ്ഞെടുത്തു. നമ്മൾ ചിന്തിക്കും, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് എങ്ങനെ പ്രതികരിക്കുമെന്ന്. ജോബ് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് പ്രതികരിച്ചത്, അവൻ തർക്കിച്ചില്ല, അവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിച്ചില്ല. ദൈവത്തിൻ്റെ വാക്കുകൾ അവൻ്റെ അറിവിനേക്കാൾ വലുതാണ്. നിനക്ക് എല്ലാം സാധിക്കും എന്നാണ് അവൻ പറഞ്ഞത്. പലപ്പോഴും ജീവിതം കഠിനമാണെങ്കിലും വ്യക്തമായ ഉത്തരമില്ലെങ്കിലും വിശ്വാസവും സത്യവും ഏതിരുട്ടിൽ കൂടിയും നമ്മെ മുമ്പോട്ട് പോകാൻ നയിക്കും. ജോബിൻ്റെ കഥ വേദനയുടെയല്ല, പിന്നെയോ എല്ലാം പോട്ടെ, വിട്ടേക്കുക, ലെറ്റ് ഗോ എന്ന് വിശ്വസിക്കാനുള്ളതാണ്. ജോബിൻ്റെ കഥയുടെ അവസാനം കാണുന്നത് അവിശ്വസനീയമായ പലതും നടക്കുന്നതാണ്. അവൻ്റെ എല്ലാ വേദനയും എല്ലാ കഷ്ടതയും മാറ്റി ദൈവം അവൻ്റെ ജീവിതം പുനഃസ്ഥാപിക്കുന്നതാണ്. അവന് നഷ്ടപ്പെട്ടതിലും അധികം സമ്പത്ത് നൽകി അനുഗ്രഹിച്ചു. മക്കളെ കൊടുത്തു. അവൻ്റെ ജീവിതം വീണ്ടും സന്തോഷഭരിതമായി. ജോബ് ചാപ്റ്റർ 42 വിശദമായി കാണാൻ സാധിക്കും. ജോബിൻ്റെ ശരിയായ കഥ അവൻ്റെ സമ്പത്തും കുടുംബവും പുനഃസ്ഥാപിക്കുന്നതല്ല, പിന്നെയോ അവൻ്റെ കഷ്ടതയിൽ കൂടി അവൻ്റെ വേദനയിൽ കൂടി പഠിച്ച പാഠങ്ങളാണ്. വിശ്വാസത്തിൻ്റെ ബലം, സഹിക്കാനുള്ള ബലം, ജ്ഞാനം എന്നാൽ അവനേക്കാൾ വലുതാണ്. ഈ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഏറ്റവും ഇരുണ്ട സമയത്തും വിശ്വാസം നമ്മെ മുമ്പോട്ട് നടത്തുമെന്ന്. എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടിയ കഥയാണ്. ജോബിൻ്റെ കഥ പരീക്ഷണത്തിനും ഒടുവിൽ അവന് നഷ്ടപ്പെട്ടതിലധികം സമ്പത്തും മക്കളും ഒക്കെ കിട്ടിയതു മാത്രമല്ല, പിന്നെയോ അവൻ്റെ അനുഭവം ദൈവവുമായുള്ള ബന്ധത്തിൽ മാറ്റമുണ്ടായി. ദൈവത്തിലുള്ള വിശ്വാസം ഒരു ഇടപാടല്ലെന്ന് തിരിച്ചറിഞ്ഞു. അതായത് നല്ലത് ചെയ്താൽ നല്ല ജീവിതം കിട്ടുമെന്നുള്ള ധാരണ, വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസം നല്ലത് മാത്രം കിട്ടാനല്ല, ചിലപ്പോൾ ജീവിതം മോശമാകാമെന്നുള്ള തിരിച്ചറിവ്. ഈ കഥയിലുള്ള സന്ദേശം എന്താണ്? അവൻ്റെ മാറ്റമില്ലാത്ത ദൈവത്തിലുള്ള വിശ്വാസം. എല്ലായ്പ്പോഴും നല്ലതല്ലെങ്കിൽ പോലും ഏതിരുണ്ട സമയത്തും വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക എന്നത്. ജീവിതം എപ്പോഴും
നമ്മുടെ പദ്ധതി പോലെ, നമ്മുടെ പ്ലാൻ പോലെ മുമ്പോട്ട് പോകണമെന്നില്ല. നമ്മുടെ എല്ലാം നഷ്ടപ്പെടാം, നമുക്കെല്ലാം നഷ്ടപ്പെടാം. എന്താണ് കാരണമെന്ന് നമുക്കറിയില്ല. മുന്നോട്ടുള്ള വഴി വ്യക്തമല്ലെങ്കിൽ കൂടി വിശ്വാസത്തിൽ മുറുകെ പിടിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി കിട്ടും എന്നുള്ളത്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം, നമ്മൾ ഉത്തരങ്ങൾ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുള്ള പരിഹാരവും, കാര്യങ്ങൾ തെറ്റുമ്പോൾ, വഴി മാറുമ്പോൾ അതിൻ്റെ കാരണം അറിയണം, പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയും വേണം. ശരിയല്ലേ? ജോബിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? പലപ്പോഴും പെട്ടെന്നുള്ള പരിഹാരമില്ല. പലപ്പോഴും നമ്മൾ തീയിൽ കൂടി നടക്കേണ്ടി വരും. എപ്പോഴാണ് അതിൻ്റെ അവസാനം എന്നറിയാതെ. ജീവിതം മുഴുവൻ ബുദ്ധിമുട്ടാണ്, കഷ്ടതയുണ്ട്. എല്ലാറ്റിനും ഒരു വിശദീകരണമില്ല. ജോബിൻ്റെ കഥ ശക്തിയുടെയും സഹിഷ്ണുതയുടെയുമാണ്. വിശ്വാസത്തിലൂടെ പലപ്പോഴും ഉത്തരം വ്യക്തമല്ലെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാവാം. എൻ്റെയും നിങ്ങളുടെയുമൊക്കെ. പലപ്പോഴും നമ്മുടെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നടക്കില്ല. എന്താണതിന് കാരണമെന്ന് അറിയാതെ, എന്നാൽ അതിലും വലിയ വെല്ലുവിളികൾ നമ്മൾ നേരിടാം. വിശ്വാസം എല്ലാത്തിനും ഉത്തരം നൽകും. നമ്മൾ വിശ്വസിക്കുകയെങ്കിൽ എല്ലാം അവസാനം നടക്കും. എങ്ങനെയാണ് അറിയില്ലെങ്കിലും എല്ലാം സഹിക്കുന്നവൻ ബലപ്പെട്ടു വരും. ജോബ് വീണപ്പോഴും അവൻ പിന്മാറിയില്ല. വിശ്വാസത്തിൽ നിന്ന് അവൻ്റെ സഹിഷ്ണുത ഭൗതികമായ സമ്പത്തിന് വേണ്ടി ആയിരുന്നില്ല, ദൈവത്തിലുള്ള വിശ്വാസത്തിലായിരുന്നു. എല്ലാം ശരിയാണെന്ന് നടിക്കുകയല്ല സഹിഷ്ണുത. അത് വേദനയും കഷ്ടവുമൊക്കെ അവഗണിക്കുകയത്രേ. എന്താണ് സഹിഷ്ണുത? ഒന്ന്, എല്ലാം നഷ്ടപ്പെടുമ്പോഴും വിശ്വാസത്തിൽ നിൽക്കുക എന്നതാണ്. രണ്ട്, ഉത്തരങ്ങൾ കിട്ടാതിരിക്കുമ്പോഴും വിശ്വാസത്തിൽ മുറുകെ പിടിക്കുകയാണ്. വിശ്വാസം എന്നാൽ നല്ല സമയത്ത് മാത്രം ഉള്ളതല്ല, എല്ലാ ഉത്തരങ്ങളും കിട്ടുമ്പോഴുള്ളതല്ല. ജോബിൻ്റെ കഥ ഒരു സാക്ഷ്യമാണ്. അവനെല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ കഷ്ടതയ്ക്ക് കാരണം എന്താണെന്ന് മനസ്സിലായില്ല. എന്നിട്ടും ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവസാനം അവൻ കാണാത്ത ദൈവത്തിൻ്റെ ശക്തി അവൻ കണ്ടു. അറ്റ് ദ എൻഡ് he see the power of the unseen God. I repeat, at the end he see the power of the unseen God. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. God bless you all. ഈ സന്ദേശം നൽകിയത് ജോർജ് ജൂനിയർ, കിഴക്കേ വീട്.